സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതെല്ലാം കഴിഞ്ഞ് മോഹമൊക്കെ കൊണ്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. തൊട്ടുകൂടെയായ്മ അഭിമാനത്തോടുകൂടി നൊസ്റ്റാൾജിയായി പങ്കുവച്ച കൃഷ്ണകുമാറാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: വീട്ടിലെ പണിക്കാർക്ക് പണ്ടുള്ള കാലത്ത് ഈ കുഴി കുത്തിയായിരുന്നു അവർക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്നത്. ആ കഞ്ഞി അവർ കുടിക്കുന്നത് കണ്ട് കൊതിയോടെ നോക്കി നിന്നിരുന്നു എന്നാണ്. ഇതിനെതിരെ നമ്മുടെ ബിഗ് ബോസ് താരം റിയാസും രംഗത്തെത്തിയിരുന്നു. റിയാസിന്റെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. 2024 ആവാൻ പോവാണ്, ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ ഐ എം ജസ്റ്റ് ട്രൂലി അഷെയിംഡ് ഓഫ് മൈസെൽഫ്. ഫസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും. വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവര് രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും. ഇത്ര ഒരു 1.5 അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും. ഉടച്ചതിന് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവലെടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതെല്ലാം കഴിഞ്ഞ് മോഹമൊക്കെ കൊണ്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. അന്ന് ഓക്കെ, വാവ്. സോ 70കളിലെയോ 80കളിലെയോ കൃഷ്ണകുമാർ, ദ അൺക്രൗൺഡ് സവർണ കിങ്, സാറിന്റെ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ അന്നത്തെ സാറിന്റെ സവർണ തറവാട്ടിലെ പറമ്പിൽ പണിയെടുക്കാനായിട്ട് കുറെ പണിക്കാർ വരികയാണ്. പ്രോബബ്ലി ദളിത് പീപ്പിൾ, അല്ലെങ്കിൽ അന്ന് ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതി എന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യരായിരിക്കാം. സോ അവര് വരുന്നു, പണിയെടുക്കുന്നു. പണിയെടുത്ത് വിശന്ന് വലയുമ്പോൾ അമ്മ കുഴിയെടുത്ത് കുഴിയിലേക്ക് പഴങ്ങഞ്ഞി, പറമ്പിൽ മണ്ണിൽ കുഴിയെടുത്ത് കുഴിയിലേക്ക് പഴങ്ങഞ്ഞി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവര് ഭയങ്കര ആർത്തിയോടുകൂടി അത് കഴിക്കുന്നു. അത് നോക്കി നിന്ന് കൊതിവിടുന്ന കൃഷ്ണകുമാർ, ഐ മീൻ വാട്ട് ആ കൊതിയൻ. So I was watching this, I'm like, wow, what a YouTube content. His wife put this on YouTube. So I'm like, yeah, the family, the Krishnashins are just slaying it in the YouTube. And I called this out 2 days back in my stories, and all these people and all these YouTubers are just like, it's history. He was just sharing a nostalgic memory. First of all, clean your ears, open your mind, and shift your focus from the Paranganyi to the Mankuri. That's what I was talking about. So, ഈ സവർണ ഫാമിലിയിൽ പാത്രങ്ങൾ ഉണ്ടായിട്ടും, തറവാട്ടിൽ പാത്രങ്ങൾ ഉണ്ടായിട്ടും മണ്ണിൽ കുഴിയെടുത്ത് അവർക്ക് ആഹാരം കൊടുക്കുകയാണ്. വിച്ച് ഇസ് അൺടച്ചബിലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. മലയാളത്തിൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയും. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, because a lot of people now these days just don't care about any of this casteism, gender and sexuality issues and nothing, because ipo empaths avunadinu pagaram I think people are just psychopaths now these days. പണ്ടത്തെ ലോവർ കാസ്റ്റ് എന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യന്മാർക്ക് വഴി നടക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ വിദ്യാഭ്യാസത്തിനോ എന്തിന് സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. If you're just saying that's history, yeah, that's history, and people fought for it, and thousands of lives have been lost in that journey. Okay, so ഇങ്ങനെ ഒരു കാലഘട്ടത്തിലും അതൊക്കെ വന്നിരുന്ന് ഇങ്ങനെയുള്ള ജാതീയതയും തൊട്ടുകൂടായ്മയും ഗ്ലോറിഫൈ ചെയ്ത്, റൊമാൻറ്റിസൈസ് ചെയ്ത്, ഷുഗർ കോട്ട് ചെയ്ത് ഒരു യൂട്യൂബ് കോണ്ടന്റ് ആയി വിടാമെങ്കിൽ ദാറ്റ്സ് ഡിസ്ഗസ്റ്റിംഗ്. ആൻഡ് ടു ഓൾ ദോസ് പീപ്പിൾ ആൻഡ് യൂട്യൂബേഴ്സ് ഹു ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് ഇറ്റ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനകളിൽ എംപത്തൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, you are just making content for fame and money, and you have got zero social responsibilities, and you're terrible. And like, bro, it's like history and like 2024 ആവാൻ പോകുന്നു, and you're saying casteism is irrelevant. ഞാൻ ഈ 2024 ആവാൻ പറ്റും, ഞാൻ വന്ന സ്ഥലത്ത് ഇപ്പോഴും, ഞാൻ വളർന്നു വന്ന സ്ഥലത്ത് ഇപ്പോഴും അവിടെ കുറവന്മാരുണ്ട്, അത് പൊലയന്മാരാണ് എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം ഇപ്പോഴും. അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളുകളിലും കോളേജിലും
റിസർവേഷൻ കിട്ടിയത് കൊണ്ട് ഉള്ള കുട്ടികളെ പുച്ഛിക്കുന്ന ക്ലാസ്മേറ്റ്സും കോളേജ് മേറ്റ്സും എനിക്കുണ്ടായിട്ടുണ്ട്. സോ വൈ ഡു യു തിങ്ക് ഇറ്റ്സ് ഇറെലവന്റ്? And I don't think I'm the right person to talk about it, and I don't have much information to talk about this too. So that's enough. Now this post which I shared on my stories, people are like, it's just politics. Yeah, chala politics ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ it needs to be questioned. നമുക്കറിയാം കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് എന്താണ് പാലസ്റ്റീനിൽ നടക്കുന്നത്. Thousands of innocent people are losing their lives, especially children are getting murdered every day, okay? And apparently him supporting Israel, representing the country, and one of his influencer daughters sharing that post on her stories, I mean, wow, how empathetic. I just want to see people associated with those people, like, wow. Yeah, so കുറെ മനുഷ്യരെ കൊന്നൊടുക്കുകയും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ട്, like, how will you able to live peacefully? I wish everything good to the lives associated with you and your family, I wish you well. Now something totally unrelated. I've also seen one of the videos of the youngest daughter of Krishna Kumar, and in the background somebody was saying something and I misheard it as a homophobic slur, and I put that on my story. Realizing that I might have misheard, I deleted the story within few minutes, okay? Now, Ahana Krishna is like, oh my god, my 18-year-old sister, how can you bully her? I know, it's all about the other stories where I called out all those casteism and everything. This thing I might have misheard and I'm sorry about it. I deleted the story within few minutes, and I just want to tell you, stop using your 18-year-old sister to clear that dirty politics in your family, to whitewash the casteism, hatredness and misinformations that you're sharing on social media. ആരോട് പറയാൻ, വേസ്റ്റുള്ള ഡ്രെയിനിൽ കിടക്കുന്ന കോണ്ടാക്ട് ലെൻസ് എടുത്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്തിട്ട് അത് എൻ്റെ ഫാമിലി ക്രിയേറ്റീവ് ആയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്തെന്ന് അൺഹെൽത്തി ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൗഡ്ലി സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളോട് ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദാറ്റ് ആൻഡ് ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ഓക്കെ, സോ വളരെ റൊമാൻറ്റസൈസ് ചെയ്ത് തൊട്ടുകൂടായ്മയും കാസ്റ്റിസവും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ആൾക്കാരോട്, നിങ്ങളോട് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, ടു ദ ഫാമിലി ഓർ എനിബഡി ഹൂസ് ഡൂയിങ് ഇറ്റ്, ഓക്കെ, പറയാനുള്ളത്, ഞാൻ വേണമെങ്കിൽ മുറ്റത്ത് ഒരു മണ്ണിൽ കുഴിയെടുത്ത് കുറച്ച് പഴങ്ങഞ്ഞ് ഒഴിച്ച് വെച്ചിരിക്കാം, വന്ന് കുടിച്ചിട്ട് പൊയ്ക്കോ.